ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയോ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയോ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും, ആരൊക്കെ എപ്പോഴും കാണുന്നുണ്ടോ അവർക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു സന്ദേശമാണ് ജീസസ് ഔർ സേവിയർ എന്ന ഫോട്ടോ. ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്ന സന്ദേശം. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ജീസസ് ഔർ സേവിയർ ഫോട്ടോ? പലർക്കും അറിയില്ല ഏതാ ജീസസ് ഔർ സേവിയറുടെ ഫോട്ടോ എന്ന്. സ്നേഹമുള്ളവർ, ഇതാണ് ജീസസ് ഔർ സേവിയർ. ഈ ഫോട്ടോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഫോട്ടോയുടെ ഹിസ്റ്ററി എന്താണെന്ന് അച്ഛൻ പറഞ്ഞു കേൾപ്പിക്കാം, വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. 1982 ജാക്കി ഹെയ്സ് എന്ന അമേരിക്കൻ വനിത ഭർത്താവിനോടൊപ്പം വിശുദ്ധ നാടുകളിൽ തീർത്ഥാടനം നടത്തവേ അനേകം ഫോട്ടോകൾ എടുത്ത് ഫിലിം ഡെവലപ്പ് ചെയ്തപ്പോൾ അവർ എടുക്കാത്ത കർത്താവിൻ്റെ ഈ ചിത്രവും കിട്ടി. ഈ ചിത്രം എപ്രകാരം ഫിലിമിൽ പതിഞ്ഞു എന്നത് ഇന്നും രഹസ്യമായി അവശേഷിക്കുന്നു. വിശുദ്ധ നാടുകളെപ്പറ്റി നല്ല അറിവുള്ളവരും ചിത്രകലാ ഗവേഷകരും ഇത്തരം ഒരു ചിത്രം ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. വീണ്ടും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ചിത്രം അനേകർക്ക് ആശ്വാസവും മനഃശാന്തിയും നൽകുന്നു. സ്നേഹാദരമായ കാരുണ്യം ചൊരിയുന്ന അവിടുത്തെ നോട്ടം കാണുക. ഈ ചിത്രത്തെപ്പറ്റി മാതാവും തൻ്റെ ചില ഭക്തർക്ക് കൊടുത്ത സന്ദേശം ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥ ചിത്രവും അനന്തമായ സ്നേഹവും വെളിപ്പെടുത്താൻ വേണ്ടി അവർ നൽകിയ സമ്മാനം. ഈ ചിത്രത്തിൽ കൂടി തൻ്റെ യഥാർത്ഥ സാന്നിധ്യം അവിടുത്തെ ഭക്തർ അനുഭവിക്കുമെന്ന് കർത്താവ് പറയുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ എൽറുഹ ദൈവവാനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു ദർശനം തരികയാണ്. ഈശോയുടെ ഈ ചിത്രമാണ് ദർശനമായിട്ട് തന്നത്. അത് ആദ്യമായിട്ടല്ല അച്ഛനൊക്കെ ലഭിക്കുക. പല ശുശ്രൂഷകളുടെ ഈ സമയത്തും ചില വ്യക്തികൾക്ക് പ്രത്യേകം കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് ഒരുങ്ങുമ്പോഴും പലപ്പോഴായിട്ട് ഈ ചിത്രമാണ് അല്ലെങ്കിൽ ഈ രൂപത്തിലാണ് ഈശോ പലപ്പോഴും എനിക്ക് ദർശനം തരാറ്. അപ്പോൾ മനോഹരമായിട്ട് ഈശോയുടെ ചിത്രം ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാണിക്കുകയായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ സമൂഹത്തോട് പറയുന്നത് ഒത്തിരി പേർക്ക് അനുഗ്രഹം കൊണ്ടുവരാൻ കാരണമായി തീരുമെന്ന്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈശോയുടെ ചിത്രം തന്നെയാണ് ജീസസ് ഔർ സേവിയറിൻ്റെ ചിത്രം. നമ്മുടെ എൽറുഹ ധ്യാനകേന്ദ്രത്തിൽ അതുകൊണ്ടാണ് ഈ ചിത്രം വെച്ചിരിക്കുക. ചെറുപ്പം മുതലേ ഈ ചിത്രത്തോട്, ചെറുപ്പം വെച്ചാൽ ഞാൻ സെമിനാരിൽ ചേർന്ന അന്ന് മുതൽ ഈ ചിത്രത്തോട് പ്രത്യേകമായൊരു സ്നേഹവും അടുപ്പവും ഒരു പ്രത്യേകത എനിക്ക് തോന്നുമായിരുന്നു. ഇതാരും പെയിൻറ്റ് ചെയ്ത ചിത്രമല്ല, ആരും വരച്ചതല്ല. ഇത് ജാക്കി ഹെയ്സ് എന്ന അമേരിക്കൻ വനിത ഹോളി ലാൻഡ് സന്ദർശിച്ചപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഫിലിം ഡെവലപ്പ് ചെയ്തപ്പോൾ ഇവളെടുക്കാത്ത ഈ ഫോട്ടോ ഇങ്ങനെ ഫിലിമിൽ പതിഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെ വന്നു എന്ന് ആർക്കും അറിയില്ല.
അതുകൊണ്ട് തന്നെ ഈശോയുടെ കഴുത്ത് മാത്രമല്ല ഇത്ര ക്ലാരിറ്റി ആ ചിത്രത്തിനുള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിരിക്കും ഈശോയുടെ ആ മുഖത്തേക്ക് ഒന്ന് നോക്കുക, എന്തൊരു ശാന്തത, എന്തൊരു സൗമ്യത. ഇതിനെപ്പറ്റി മാതാവ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണത്രേ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ യഥാർത്ഥ ചിത്രം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ യഥാർത്ഥ ചിത്രം എന്നാണ് ഇതിനെപ്പറ്റി വെളിപ്പെടുത്തൽ കിട്ടിയിരിക്കുക. അതിനെപ്പറ്റി വീണ്ടും കർത്താവ് വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, ഇതിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എൻ്റെ യഥാർത്ഥ സാന്നിധ്യം അനുഭവിച്ചറിയും. അതിന് തെളിവുണ്ടോ? ആരെങ്കിലും സാക്ഷികളുണ്ടോ? ഈ നിൽക്കുന്ന നിങ്ങൾ കാണുന്ന ഈ അച്ഛൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ്. ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ. ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ, ഈശോയുടെ ആ യഥാർത്ഥ സാന്നിധ്യം ആ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നിങ്ങളുടെ വീട്ടിലൊരു ജീസസ് ഹൗസ് സേവിയറിൻ്റെ ഫോട്ടോ ഉള്ളത് നല്ലതായിരിക്കും. അതിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടും. ഈശോയുടെ നോട്ടത്തിന് വലിയൊരു പ്രാധാന്യം. ആ ഫോട്ടോയിലേക്ക് നോക്കുക, ഈശോയുടെ നോട്ടമുണ്ട്, സ്നേഹത്തോടെ, കരുണയോടെ, ശാന്തതയോടെയുള്ള ഒരു നോട്ടമാണ്. അപ്പോൾ ഈ ബൈബിളിലും നമുക്ക് യേശുവിൻ്റെ നോട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. യേശു സക്കീവൂസിനൊരു നോട്ടം നോക്കിയപ്പോഴല്ലേ സക്കീവൂസിന് മാനസാന്തരം വന്നത്. ഈശോ പത്രോസിനെ തിരിഞ്ഞൊരു നോട്ടം നോക്കി. അപ്പോൾ പത്രോസ് പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു എന്നാണ് പറയുക. യേശുവിൻ്റെ ഒരു നോട്ടം, 38 വർഷം തളവാദം പിടിപ്പെട്ട് കൊളക്കരി കിടന്ന വ്യക്തിയെ ഈശോ ഒരു നോട്ടം നോക്കുകയാണ്. ആ നോട്ടത്തിൽ തന്നെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ അഗസ്ത്യൻ പറയുക, ഈശോയെ നീ എന്നെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കും. വിശുദ്ധ അഗസ്ത്യൻ്റെ വാക്കാണ്, യേശുവേ നീ എന്നെ നോക്കിയാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കും. ഈ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ഈശോ നമ്മെ നോക്കുന്നൊരു പ്രത്യേക അനുഭവം. ആ നോട്ടം കിട്ടുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹമുള്ളവരെ, ഈ സന്ദേശം സ്വീകരിക്കുക. ജീസസ് ഹൗസ് സേവിയറുടെ ഒരു ഫോട്ടോയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കോ, നിങ്ങളുടെ റൂമുകളിലൊക്കെ ചെറിയ ഫോട്ടോസോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയായിട്ട് അവിടെയൊക്കെ ആയിട്ട് ജീസസ് ഹൗസ് സേവിയറുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ അനുഗ്രഹം നമുക്ക് കൊണ്ടുവരാൻ കാരണമായി തീരുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനമാണ്. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, ജീസസ് ഓഫ് സേവിയർ ഉണ്ടോ, ഏകരക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുകയാണ്. ഈ വചനഭാഗം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 2:8. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. ഏറ്റു പറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, ബന്ധനം അഴിയട്ടെ.
ശിരിരി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹാലുലി ആലുലി 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 ഹാലുലി ആലുലി 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 ഹാലുലി. യേശുവിനെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് പൂജിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹാലുലി ആലുലി 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 ഹാലുലി ആലുലി 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 ഹാലുലി ആലുലി 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 ഹാലുലി ആലുലി ആലുലി ആലുലി. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ എല്ലാവരും കരങ്ങൾ ഉയർത്തുന്നു സ്തുതിച്ച്. അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞു സ്തുതിച്ച്. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപഥനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെട്ട തിരന്തത കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാര ഗുണോത്ര ദുഷിദോഷം പൈശാചക പീഡനം ബാധകൾ കൈവശങ്ങളും ദൂരേറ്റണമേ. പാപകരമായ സകലത അസൂയ ചതി വന്ദന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ കന്യക സത്യത്തെ മതിസ്ഥാനം നികാർ അപ്പ ഗബ്രി മാലമാട് സത്യമായ സാന്ത സംരക്ഷിച്ചാലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാക്കളുടെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രത്തിലും ഭക്ഷണം കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്കാ 4:2 മർക്കോസ് 16:5 3:8 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്ര മന്ത്രി വചനശക്തിയ സകലവിധ പ്രകൃതിക്ഷോഭങ്ങൾ, ഇടിമിന്നൽ, ഇടിവെട്ട്, നാശനഷ്ടങ്ങൾ, ഉറപ്പ്, ഉദ്ദേശം, വാശി, വരാൻ, തർക്കം, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, തിരിക, ദിവ്യാസം, കോപാസം, ഭക്ഷണാസക്തി, സ്വയംഭോഗം, സ്വർഗമോ, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാരം, ദുർബോധം, അഹങ്കാരം, അസൂയ, അലസം, മോഹം, കോപം, കൊതി, യുവാതടസ്സം, ജോലി തടസ്സം, വിൽപ്പനടസ്സം, യാത്രാടസ്സം, പഠനടസ്സം, കോടതിയിൽ സാമന്യമിട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരിക ബാഹ്യനും ചെറുതൊരു രോഗപ്പെട്ടുള്ള അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, സുതിച്ച് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ജപമാചരണ തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങളാൽ തടസ്സങ്ങൾ, വന്യജീവികളുടെ ക്ഷുദ്രവിയുള്ള ആക്രമണങ്ങൾ, അനുപിടിക്കുന്ന പൈശാചിക അരിവി, അന്താശത്ത്, സാധാശത്ത്, ദുഷ്ടജത്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുനാഥൻ ബന്ധിക്കുന്നു, യേശുനാഥൻ ബഹിഷ്കരിക്കുന്നു, ഈശ്വരപുരുഷൻ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശിച്ചു വന്ന് സാത്താനെ നിന്നും ഞാൻ കൽപ്പിക്കുന്നു. ആലുലി 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 ആലുലിയ കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായ കരങ്ങൾ വീശിയടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി. കരങ്ങളുയർത്തിടിച്ചു പാടിയേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ ശബ്ദം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദത്തിൽ സ്തുതിക്കുന്നു. ശബഹാല ബാല 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 ശബലതമ ബാബ ബാബ സിമിയാലാതെ മീ ബാദ ബാല നമ്മമാദ ബാലഹലമ സിമിയാലാത മമ ശിരിരിരിരി ശിരിരിരിരി ആലുലി 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 ആലുലി
ആലുലി ആലുലി ആലുലി ആലുലി ആലുലി ആലുലി ആലുലി ആലുലി ആലുലി ആലുലി ശിര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 ി ശിരിരിരിരിരി ശിര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 ി ശിരിരിരിരിരിരിരി സ്വസ്ഥാന്തരിതുകൊണ്ട് സ്തുതിക്കുന്നു. ശിരിരിരിരിരിരിരിരി ദിവികാണ്ടേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരിരിരിരിരിരിരി ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരിരിരിരിരിരിരി അറിയാവുന്ന പോലെ ഹല്ലേലൂയ 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 എന്ന് എല്ലാവരും സ്തുതിക്കുന്നു. ഈ സ്തുതിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അറിയുക നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിൻ്റെ അഭിഷേകം എന്നറിയാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മക്കളെ കാണിക്കുകയാണ്. ഒത്തിരി മക്കളാണ് അയോഗ്യതയോടെ കള്ളക്കുമ്പസാരം നടത്തിയോ അല്ലെങ്കിൽ കുമ്പസാരിക്കാതെയോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ. ദൈവത്തെ ഭയപ്പെടാൻ പറയുക. നമ്മളിൽ ചിലരൊക്കെ രോഗിയും ദുർബലരൊക്കെ ആയതും ചിലരൊക്കെ മരിച്ചു പോയതിൻ്റെ കാരണം പലരുടെയൊക്കെ തടസ്സത്തിന് കാരണം അയോഗ്യതയോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണമെന്നാണ് പറയുന്നത്. തുറന്ന് കുമ്പസാരം നടത്തി യോഗ്യതയുണ്ടെങ്കിൽ മാത്രം വിശുദ്ധ കുർബാന യോഗ്യതയോടെ വിശുദ്ധിയോടെ സ്വീകരിക്കാൻ ഈശോ സന്ദേശം തരികയാണ്. തലവേദന, ശക്തമായ തലവേദനയുള്ളവർ പ്രാർത്ഥിച്ചോ. ശക്തമായ തലവേദന ചിലർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സോഡിയം കുറഞ്ഞു പോകുന്നവർ പ്രാർത്ഥിച്ചോ. സോഡിയം കുറഞ്ഞു പോകുന്നവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഇവരൊക്കെ സാക്ഷ്യപ്പെടുത്തണം. കാഴ്ചക്കുറവുള്ളവർ പ്രാർത്ഥിക്കുക. കാഴ്ചക്കുറവുള്ളവർ പ്രാർത്ഥിക്കുക. കാഴ്ചശക്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വെഞ്ചരിച്ച ഒരു കുപ്പി തേൻ വാങ്ങി കഴിക്കാൻ കർത്താവ് സന്ദേശം തരിക. ഷുഗറൊന്നും ഇല്ലാത്തവർ വെഞ്ചരിച്ച ഒരു കുപ്പി തേൻ വാങ്ങി കഴിക്കുക. ഉദര സംബന്ധമായ രോഗങ്ങളും ഏതെങ്കിലും തരത്തിൽ വിഗ്രഹാർപ്പിത ഭക്ഷണം അങ്ങനെ മാറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകാനും പല തിന്മകളും വിട്ടുപോകാൻ ആത്മീയവും ഭൗതികമായ വളർച്ച, ആരോഗ്യം, അതിന് വെഞ്ചരിച്ച ഒരു കുപ്പി തേൻ കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. ശക്തമായ നടുവേദന, നീർക്കെട്ട് മൂലമുള്ള നടുവേദനയാണ്. ശക്തമായ നടുവേദന, നീർക്കെട്ട് മൂലമുള്ള നടുവേദന. അത് കാരണം പരസഹായം കൂടാതെ നടക്കാൻ പോലും പറ്റാത്ത ഒരാൾക്ക് അത്ഭുത രോഗശാന്തി നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നട്ടലിന് വേദനയുള്ളവർ പ്രാർത്ഥിക്കുക. നട്ടലിന് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള 6 പേരുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബിജുവിനെ കർത്താവ് പ്രത്യേകം പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ആമവാദമുള്ള ആൾ പ്രാർത്ഥിച്ചു. ആമവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സൈനസൈറ്റിസ് ഉള്ള ആൾ പ്രാർത്ഥിച്ചു. സൈനസൈറ്റിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ കാണുന്ന ചില മക്കളുടെ ഭവനങ്ങളിൽ വീഞ്ഞിരിക്കുന്നതായിട്ട് സന്ദേശം തരിക. ചാമ്പിക, ലൂപിക്ക, നെല്ലിക്ക, വീഞ്ഞ്, ഇങ്ങനെയുള്ള വീഞ്ഞുകളൊക്കെ നശിപ്പിച്ച് കളയാനും അത് വീട് വെഞ്ചരിക്കാനും സന്ദേശം തരിക. ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ലൂസി എന്ന മകളുടെ കഴുത്തിലെ മുഴ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വിദേശത്ത് നാളുകളായി ജോലി അന്വേഷിക്കുന്ന ഒരു മകൾക്ക് നല്ല ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അധ്യാപകനായ ബാബുവിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പന്നികൾ കൂട്ടത്തോടെ ചത്തുപോകുന്ന ഒരു പന്നി ഫാം വെഞ്ചരിക്കാനും ചുറ്റും വെഞ്ചരിച്ച കല്ലുപ്പ് വിതറിയിട്ട് പ്രാർത്ഥിക്കാനും സന്ദേശം തരികയാണ്. യൂട്രസ് റിമൂവ് ചെയ്യാനിരിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ബോബൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഫിസ്റ്റുലയ്ക്ക് ഓപ്പറേഷൻ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് അതിശക്തമായ കാലുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. താടിയിലിന് ശക്തമായ വേദനയുള്ള 2 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അഡിനോയിഡ് കാരണം മൂക്കിന് ഓപ്പറേഷൻ വന്നിരിക്കുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കെനിയയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. അമിതമായ ഭയമുള്ള ചില മക്കൾക്ക് ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അതിരപ്പള്ളി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ആമവാദമുള്ള ഒരു മകൾക്ക് ഈശോ സൗഖ്യം നൽകുന്നതായിട്ട് വീണ്ടും സന്ദേശം തരുന്നു. വാതരോഗികളെല്ലാം പ്രാർത്ഥിക്കുക. എപ്പോഴും വയറുവേദനയും ലൂസ് മോഷനും വരുന്ന വ്യക്തിയോട് തുറന്ന കുമ്പസാരം നടത്തി വെഞ്ചരിച്ച തേൻ കഴിച്ച് പ്രാർത്ഥിക്കാൻ വീണ്ടും ഈശോ ഈ സന്ദേശം തരികയാണ്. വിഗ്രഹാർപ്പിത ഭക്ഷണം മൂലം ഒത്തിരി ബന്ധനത്തിലായിപ്പോയ ചില മക്കളെ കാണിക്കുകയാണ്. ചിലർക്ക് അതുമൂലം രോഗപീഠകൾ, വേറെ ചിലർക്ക് ഡിപ്രഷൻ, ചിലർക്ക് വിശ്വാസം കുറഞ്ഞുപോയ അവസ്ഥ, ഗ്യാസ് ട്രബിള്. വെഞ്ചരിച്ച തേൻ വാങ്ങി കഴിക്കുക, അത്ഭുത രോഗശാന്തി കിട്ടും. ലിറ്റി എന്ന മകളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ലിറ്റിയോട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ സന്ദേശം തരികയാണ്. വൊക്കേഷൻ ക്രൈസിസ് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവവിളിയുള്ള ഒരു വ്യക്തിയോട് സമർപ്പിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ശരീരത്തിൽ കുരുക്കൾ നിറഞ്ഞ് ശക്തമായ ചൊറിച്ചിൽ, മാന്തി പൊട്ടുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകിയ ഒരാൾ അനുഗ്രഹിക്കുന്നു. തൈറോയ്ഡ് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. ലങ്സിന് ക്യാൻസർ ബാധിച്ച ഒരാളെ കർത്താവ് സ്പർശിക്കുന്നു. ജർമ്മനിക്ക് പോകാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ വിസ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. യൂറിനറി ബ്ലാഡർ ഇറങ്ങി വരുന്ന ആൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 1 വർഷത്തിലധികമായി വേരിക്കോസ് മൂലം ശക്തമായ ചൊറിച്ചിൽ വേദന സൗഖ്യം തരുന്നുണ്ട്. നിതിൻ, മോളി, ബിൻസി ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഉണങ്ങാതെ വീണ്ടും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മുറിവ് കർത്താവ് ഉണക്കി സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഷെറിൻ എന്ന മകളുടെ മൈഗ്രെയിൻ തലവേദന കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. മേബിളിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മുട്ടിൻ്റെ ചേട്ടത്തിൻ്റെ എന്ന അവസ്ഥ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ബ്ലീഡിങ്ങുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചെവിക്ക് വേദനയും ചെവിക്ക് പഴുപ്പുള്ള ഒരു വ്യക്തിയോട് സെക്കൻഡ് സ്റ്റഡ് ഉരി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. പല്ലുവേദന, പല്ല് സംബന്ധമായ അസ്വസ്ഥതയുള്ള ആൻസി എന്ന മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ട്രാഫിക് പോലീസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എഴുതാനും വായിക്കാനും തടസ്സമുള്ള ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹെർണിയയ്ക്ക് ഓപ്പറേഷൻ വന്നിരിക്കുന്ന ഒരാൾക്ക് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഗർഭപാത്രത്തിൽ മുഴയുള്ള അതുമൂലം വയറുവേദനയുള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 2 പ്രാവശ്യം വിവാഹം മുടങ്ങിപ്പോയ ഒരു മകളോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. അനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നടുവിന് ബെൽറ്റ് ഇട്ടിരിക്കുന്ന സൗമ്യ എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പല്ലുവേദനയും പല്ലിന് പുളിപ്പുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു.
ഉണ്ണി എന്ന് വിളിക്കപ്പെടുന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ജോസഫ് എന്ന മകൻ്റെ വിദേശയാത്ര തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. മേഴ്സി എന്ന മകളുടെ ആമവാദം കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. മീൻ കൃഷി, മീൻ വളർത്തൽ നടത്തുന്ന ഒരു മകൻ്റെ സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു ഓൾട്ടോ ബോയിയുടെ വായ്പുണ്ണ് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ഗ്യാസ് ട്രബിൾ ഉള്ള ഒരു പ്രാർത്ഥിക്ക്, ഗ്യാസ് ട്രബിൾ അതുമൂലം വായുഗുളിക കഴിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ലങ് ക്യാൻസർ ഉള്ള ഒരു പ്രാർത്ഥിക്കാൻ വീണ്ടും വീണ്ടും സന്ദേശം തരികയാണ്. ബേബിച്ചൻ എന്നൊരു പേര് തരുന്നു. ബേബിച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയുടെ ലങ് ക്യാൻസർ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. റീത്തയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബാർബർ ഷോപ്പ് നടത്തുന്ന ഒരു മകൻ്റെ പൈൽസ് രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അപ്പൻഡിക്സിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു അപസ്മാര രോഗിക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു സഹോദരൻ്റെ ബ്ലഡ് ക്യാൻസർ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തലച്ചുറ്റിൽ വരുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ഗർഭസ്ഥ ശിശുക്കളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സച്ചിൻ എന്ന മകനോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ന്യൂസിലാൻഡിലായിരിക്കുന്ന മകന് വേണ്ടിയുള്ള ഒരു അമ്മയുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു മകളെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. റാണി എന്ന മകളുടെ കുഴിനകം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പാവന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മണക്കടവ് എന്ന ഭാഗത്തുനിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള വഴക്ക് അവസാനിപ്പിക്കാൻ കർത്താവ് ഒരാൾക്ക് ശക്തമായ സന്ദേശം തരുന്നു. സന്തോഷം എന്ന വ്യക്തിയുടെ ജോലി മേഖലയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷയെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം തരുന്നുണ്ടോ അത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലുലിയ 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 ഷിയ റിയ 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 എല്ലാവരും സ്തുതിച്ചേൻ. ശിരിരിരി ശിരിരിരി ശബ്ദമുയർത്തി സ്തുതിച്ചേൻ. ഹാലുലിയ 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 ശിരിരിരി ശിരിരിരി ശിരിരിരി. എൻ്റെ പേര് ആനി. ഞാൻ വെറ്റിലപ്പാറ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവകാണ്. ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ, അതായത് ലെഫ്റ്റ് സൈഡിലൊരു ബ്രസ്റ്റിൽ കുറച്ച് നാളായിട്ടൊരു ചെറിയതായിട്ടൊരു ലെമ്പുണ്ടായിരുന്നു. ഒരു ബ്രസ്റ്റിൽ തടിപ്പ് പോലെ. ഞാനത് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കര കൈക്ക് വേദനയായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ തന്നെ. അപ്പം ഞാൻ കൈക്ക് വേദനയ്ക്ക് കാണിച്ചു കഴിഞ്ഞപ്പം ബ്രസ്റ്റിൽ ഒരു ലെമ്പിൻ്റെ MR മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 17 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് MR മാമോഗ്രാമിൻ്റെ ടെസ്റ്റ് ചെയ്തു. അന്ന് റിപ്പോർട്ട് വന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഹിസ്റ്ററി, ക്യാൻസറിൻ്റെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പോലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഉണ്ട് എന്ന്. എനിക്ക് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തതുകൊണ്ടില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പിന്നെയും വിളിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് കോളേജിലേക്ക് വരണമെന്ന് പറഞ്ഞു. കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു USG സ്കാനിങ് എടുക്കണം. അങ്ങനെ സ്കാനിങ് എടുത്തു. ആദ്യത്തെ ഡോക്ടറെ എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടറിന് റിപ്പോർട്ടിലൊരു ഡൗട്ട് തോന്നിയിട്ട് പിന്നെ സെക്കൻഡ് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. അവരുടെ കുറച്ചും കൂടി ഹൈ അതോറിറ്റിയുള്ള ഡോക്ടറെ വിളിച്ചു വന്നു. ആ ഡോക്ടറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇറഗുലർ സ്പൈക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ, അതായത് ക്യാൻസറിൻ്റെ സെല്ലാണ് ബ്രസ്റ്റിലുള്ളത്. സാധാരണ ട്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലാണ് ഉണ്ടാകുക. ഒന്ന് ബിനൈൻ, ഒന്ന് മാലിഗ്നൻ്റ്. അതിൽ ബിനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഉണ്ടാകുക. അപ്പം എനിക്ക് മാലിഗ്നൻ്റ് ആയിട്ടുള്ളൊരു ട്യൂമറാണുള്ളത്. ഈ ഇറഗുലർ സ്പെക്കുലർ മാസ് എന്ന് പറഞ്ഞ് 2 to 3 ക്ലോക്ക് പൊസിഷൻ, BARDS 4 ആണ് എൻ്റെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇമ്മീഡിയറ്റായിട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അതിന് ശേഷം എനിക്ക് 27 ഒരു ബയോപ്സി ഉണ്ടായിരുന്നു, USG ഗൈഡഡ് ബയോപ്സി. അത് ഞാൻ കോഴിക്കോട് മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്റ്റാഫ് നേഴ്സാണ്. അപ്പം അവിടുന്ന് ചെയ്തു കഴിഞ്ഞിട്ട് റിപ്പോർട്ട് 2 വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 30 ഞങ്ങളുടെ പള്ളി വെറ്റിലപ്പാറ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഏൽറൂഹ ഏകദിന കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷൻ്റെ സമയത്ത്, ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ കുറച്ച് പേരുള്ളത് കൊണ്ട് അത് ഞാൻ തന്നെയാണ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ചോളാമെന്നും അതുപോലെ തന്നെ ഇവിടെ സാക്ഷ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞപ്പം അച്ഛൻ പ്രത്യേകം എടുത്തു പറഞ്ഞു ആനിയുടെ മാനസിക വിഷമം മാറ്റിക്കൊടുക്കുന്നുവെന്ന്. അപ്പം ഞാൻ തന്നെയാണത് വിശ്വസിച്ചു. പക്ഷേ എൻ്റെ 2 തീയതി എൻ്റെ റിപ്പോർട്ട് 2 തീയതി ഇവിടെ അത്ഭുത ജപമാല ഉണ്ടായിരുന്നു. ആ അത്ഭുത ജപമാലയിലും പറഞ്ഞായിരുന്നു ബയോപ്സി റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുന്നൊരു വ്യക്തിയുടെ റിപ്പോർട്ട് നെഗറ്റീവായി കാണിക്കുന്നുവെന്ന്. പക്ഷേ 3 തീയതി എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ പൂർണ്ണമായിട്ട് നെഗറ്റീവ് ആയിട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 16 തീയതി സർജറി
ചെയ്തു. അതിൽ സർജറിയിൽ ഫ്രോസനായിട്ട്, അതായത് അപ്പം തന്നെ റിപ്പോർട്ട് അറിയാവുന്ന മെത്തേഡിൽ ബേബി മെമ്മോറിയലിൽ തന്നെയായിരുന്നു സർജറി. ആ സർജറിയിൽ റിപ്പോർട്ട് വന്നപ്പം അതിൻ്റെ ഉള്ളിൽ സാധാ ബിനിയൻ ട്യൂമറായിട്ട് എൻ്റെ റിപ്പോർട്ട് വന്നത്. അതായത് സാധാരണ നമ്മുടെ ശരീരത്തിൽ ട്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിനിയനും ഉണ്ട് മാലിഗ്നൻറ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം മാലിഗ്നൻ്റ് ആണെന്നും പറഞ്ഞിട്ടായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത്. മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് സെല്ലാണ്. പക്ഷേ അതിന് ശേഷം പിന്നെ റിപ്പോർട്ട് വന്നത് ബിനയൻ എന്ന് പറഞ്ഞിട്ടാണ്. ബിനയൻ എന്ന് പറഞ്ഞാൽ സാധാരണ ട്യൂമർ തന്നെ, വലിയൊരു മുഴയായിരുന്നു. പക്ഷേ അത് എടുത്തു കളഞ്ഞു കഴിഞ്ഞപ്പം അത് സാധാരണ ഒരു ട്യൂമർ എന്നുള്ള രീതിയിൽ എനിക്ക് റിസൾട്ടാക്കി എൻ്റെ കർത്താവും എൻ്റെ മാതാവും എനിക്ക് തന്നു. അതിന് ഒരുപാട് നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മുട്ടുകൾ കുത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇതാ ഈ ചെറിയ മണിക്കൂറിലാണ് ഇത്രമാത്രം അനുഗ്രഹം നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷിയാ റിയ 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 ശിരി രി 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 രി. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.